വെടിക്കെട്ടിന്റെ പാറ്റേൺ മാറ്റിയാൽ അപകടം കുറയ്ക്കാൻ കഴിയുമെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ. നിറങ്ങൾക്കും വർണ്ണങ്ങൾക്കും പ്രാധാന്യം കൊടുക്കണം. മറ്റന്നാൾ മുണ്ടത്തിക്കോടെത്തി തെളിവെടുക്കും. ഇരകളെ നേരിൽ കാണുമെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ പറഞ്ഞു. വെടിക്കെട്ടിന്റെ പാറ്റേൺ മാറ്റിയാൽ ഒരുപക്ഷെ വെടിക്കെട്ടിനെ കൂടുതലൊരു ലൈറ്റ് ഷോ ആക്കി മാറ്റുകയാണെങ്കിൽ അപകടം ഒരുപക്ഷെ കുറയ്ക്കാൻ സാധിക്കുമായിരിക്കും. അല്ലെങ്കിൽ അപകടം വല്ല ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ വ്യാപ്തി വളരെ കുറയ്ക്കാൻ സാധിക്കുമായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുക. അപ്പോൾ ഞാൻ മറ്റന്നാൾ അത് ഏർലിയസ്റ്റ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പോകുന്ന ഉറപ്പാണ്. അപ്പം ആദ്യമായിട്ട് അവിടെ കളക്ടറും പോലീസ് കമ്മീഷനും ഒക്കെ ആയിട്ട് ചർച്ചകൾ നടത്തും. എന്നിട്ട് കമ്മീഷന്റെ പ്രവർത്തനത്തിന്റെ പ്രോഗ്രസ് എങ്ങനെ വേണമെന്ന് ഒരു ഗൈഡ് ലൈൻ ഉണ്ടാക്കും. അത് കഴിഞ്ഞ് ആദ്യമായിട്ട് ആശുപത്രികളിൽ പരിക്ക് പറ്റി കിടക്കണവരും അല്ലാതെ ലോക്കലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളവരെ കാണും. പക്ഷേ അവരുടെ ഒന്നും ഒരു മൊഴി രേഖപ്പെടുത്താനോ സ്റ്റേറ്റ്മെന്റ് എടുക്കാനോ ഒന്നും പറ്റിയ അവസ്ഥയിലായിരിക്കില്ല അവരൊന്നും. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിലുണ്ടായ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ അദ്ദേഹത്തിന്റെ ഒരു തെളിവെടുപ്പ് അടക്കമുള്ള നടപടികളിലേക്ക് ഒട്ടും വൈകാതെ തന്നെ കടക്കുന്നുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ചൊവ്വാഴ്ച, അതായത് പൂരം കഴിഞ്ഞ തിരക്കുകൾ കഴിഞ്ഞുള്ള ഏറ്റവും അടുത്ത ദിവസം ചൊവ്വാഴ്ച തന്നെ തൃശൂർ എത്തുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഇവിടെ സമഗ്രമായ രീതിയിലുള്ള പരിശോധനകൾ നടത്താനാണ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഈ അപകടത്തിൽ പരിക്ക് പറ്റിയവർ അവരിപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നവരാണ് കൂടുതൽ. അവരെ കണ്ട് എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവരിൽ നിന്ന് മൊഴി ശേഖരിക്കും. അതോടൊപ്പം പരിസരവാസികൾ, ഈ വെടിക്കെട്ടപ്പുരയ്ക്ക് സമീപമുണ്ടായിരുന്ന ആളുകളുണ്ട്, ആ പരിസരവാസികൾ, അവരോട് വിശദാംശങ്ങൾ തേടും. രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവർ, അതോടൊപ്പം തന്നെ പോലീസ്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, ഇവരിൽ നിന്നെല്ലാം തന്നെ വിശദാംശങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഒരു വ്യക്തവും സമഗ്രവുമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുക എന്ന കാര്യത്തിനാണ് ലക്ഷ്യമിടുന്നത്. അതിന് മുൻപായിട്ട് എന്തൊക്കെയാണ് കമ്മീഷനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതലകൾ, ഇത് സംബന്ധിയായ കാര്യങ്ങളെക്കുറിച്ച് സർക്കാരിന്റെ വക ടേംസ് ഓഫ് റെഫറൻസ് ലഭിക്കാനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ എന്തൊക്കെ അന്വേഷിക്കാനാണ്, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുക, ഇതെല്ലാം തന്നെ അത് കിട്ടിയാൽ മാത്രമേ, ടേംസ് ഓഫ് റെഫറൻസ് കിട്ടിയാൽ മാത്രമേ അത് വ്യക്തമാകുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ലഭിച്ചതിന് ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുക. നിലവിൽ പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം സംബന്ധിയായ കാര്യങ്ങളിൽ ഒരു കമ്മീഷൻ, ഏകാംഗ കമ്മീഷൻ ഉണ്ടായിരുന്നു. അത് റിപ്പോർട്ട് സമർപ്പിച്ചതുമെല്ലാമാണ്. ഏതായാലും അത്തരം ഒരു റിപ്പോർട്ട് സർക്കാരിന്റെ മുന്നിലുണ്ട്. അതിലും ചില കാര്യങ്ങളെന്ന് സൂചിപ്പിച്ചതാണെന്ന് കമ്മീഷൻ അധ്യക്ഷൻ അത് വ്യക്തമാക്കുകയുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടപ്പായില്ല എന്നതാണ് അദ്ദേഹം എന്ന് പറയുകയും ചെയ്തു. ഇപ്പോൾ വെടിക്കെട്ട് അപകടത്തിൽ രണ്ടാമത്തെ ഒരു കമ്മീഷനാണ് വരാൻ പോകുന്നത്. ഏതായാലും ഇത് വ്യക്തമാക്കുന്നത് അപകടത്തിന്റെ അത് തോത് കുറയ്ക്കാൻ സാധ്യമായത് എന്ത് ചെയ്യാൻ കഴിയുമെന്നതായിരിക്കാം സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറയുന്നത്. കാരണം ഇത് നിരോധിക്കുക എന്നത് അപ്രായോഗികമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിന്റെ ഒരു അപകട തീവ്രത കുറയ്ക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും? പലയിടത്തും ഒരു മത്സര സ്വഭാവം കാണിക്കുന്നത് അപകടത്തിലേക്ക് കാരണമാകുന്ന ഒരു വസ്തുതയാണ്. കൂടുതലും വർണ്ണങ്ങളും അതിന്റെ ഒരു കാഴ്ചകൾ കൊണ്ട് അത്ഭുതപ്പെടുത്തുക എന്നതിനപ്പുറത്തേക്ക് ഈ പ്രകമ്പനങ്ങൾ കൊണ്ട്, അതിന്റെ ശബ്ദം കൊണ്ട് ഞെട്ടിപ്പിക്കുക എന്ന രീതിയിലേക്കാണ് പലപ്പോഴും കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ അപകടം ക്ഷണിച്ചു വരുത്തുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ, അതിലെന്ത് നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയുമെന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറയുന്നത്. ഏതായാലും ഒട്ടും വൈകാതെ തന്നെ കമ്മീഷൻ അതിന്റെ ഒരു നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. ചൊവ്വാഴ്ച മുതൽ തന്നെ കമ്മീഷന്റെ ഒരു സിറ്റിംഗ് വിപുലമായ രീതിയിൽ തന്നെ തൃശൂർ കേന്ദ്രീകരിച്ച് ഉണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.